ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഗൈസ്, അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പൊന്നും ചെയ്യരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ ലൈക്ക് ഇന്ന് നിങ്ങളെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു 20 ലൈക്കാണ് ഇന്ന് നിങ്ങളെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വ്യൂവർഷിപ്പ് കുറച്ചുകൂടെ കൂടും. അപ്പോൾ അതിനു വേണ്ടിയാണ് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് എങ്കിലും കുറച്ച് ലൈക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് വ്യൂവർഷിപ്പ് കൂടാൻ വളരെ സാധ്യതയുണ്ട്. നിങ്ങളെ ലൈക്കും വേണം, അതേപോലെ തന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ നിങ്ങളിതിൽ രേഖപ്പെടുത്തുകയും വേണം. അതാണ് എനിക്ക് നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യം. അപ്പം ഞാൻ വീഡിയോ അധികം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പം എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹോണർ ഈ മാസം 2 പുതിയ സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഹോണറിൻ്റെ 400 സീരീസ് സ്മാർട്ട് ഫോണുകളാണ് വരാൻ പോകുന്നത്. അതിൽ ഹോണർ 400 400 പ്രോ എന്ന് പറയുന്ന സീരീസ് ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഹോണർ 400ൻ്റെ സ്പെക്കിലേക്ക് കടക്കുമ്പോൾ ഇത് സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 4 ചിപ്സെറ്റ് ആണ് ഇതിൽ വരാൻ പോകുന്നത്. 4K നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതുവരെയായിട്ട് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇത് നമുക്ക് 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ അതേപോലെ UFSൻ്റെ കാര്യത്തിലും ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് ഇത് UFS 2.2 വർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ 3.1 വർക്ക് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം ഇതുവരെയായിട്ട് ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ സ്ക്രീൻ സൈസിൻ്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. 6.5 OLED സ്ക്രീൻ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്, 1.5K റെസൊല്യൂഷൻ ആയിരിക്കും ഇതിൽ സപ്പോർട്ട് ചെയ്യുക. ഈ ഹോണറിൻ്റെ 400 എന്ന് പറയുന്ന ഈ ഒരു മോഡലിന്. അടുത്തത് 400 പ്രോയിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആണ്. അതായത് 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും. പിന്നെ 6.6 ഇഞ്ച് OLED സ്ക്രീൻ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്. ഇതിലൊരു കുറച്ചും കൂടെ ഒരു അപ്പർ ഹാൻഡ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സറിലാണ്. ഇത് സ്നാപ്ഡ്രാഗൻ്റെ ഒരു വർഷം മുന്നത്തെ ചിപ്സെറ്റാണ് അവർ ഈ ഹോണറിൻ്റെ 400 പ്രോയിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 ചിപ്സെറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് 4K നമുക്ക് ഈ ഒരു മോഡലിൽ ഇതിൽ 4K നമുക്ക് 60 അല്ലെങ്കിൽ 30 ഷൂട്ട് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു ഹൈലൈറ്റും കൂടിയാണ്. പിന്നെ UFS 4.0 ആയിരിക്കും ഇതിലും വർക്ക് ചെയ്യാം. ഹോണറിൻ്റെ 400 പ്രോ എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ താല്പര്യം ഉള്ള ആൾക്കാർ പോയിട്ട് എടുക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാംസങ്ങിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളെ മുന്നിൽ പറയാൻ പോകുന്നത്. സാംസങ്ങിൻ്റെ One UI 7.0ൻ്റെ ബേറ്റ വെർഷൻ്റെ അപ്ഡേറ്റ് വരുന്നുണ്ട്. അതും ഗാലക്സി S23 സീരീസിനാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ S23, S23 പ്ലസ്, S23 അൾട്രയിലും ഈ ബേറ്റ വെർഷൻ 7.0ൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. രാജ്യങ്ങളിൽ ഇത് 4 രാജ്യങ്ങളിലായിരിക്കും ഇതിൻ്റെ അപ്ഡേറ്റ് വരാം. ആദ്യം കൊറിയ, പിന്നെ ഇന്ത്യ, പിന്നെ UK, US ഉള്ള യൂസേഴ്സിന് ഈ One UI 7.0ൻ്റെ ബേറ്റ വെർഷൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഹുവാവി യൂസേഴ്സിന് ഒരു സന്തോഷ വാർത്ത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ March 20 അങ്ങ് ചൈനയിൽ ഒരു ലൈവ് ഈവൻറ്റ് നടക്കാൻ പോകുന്നുണ്ട്. അതിൽ 2 കിടിലൻ സ്മാർട്ട് ഫോണുകളാണ് വരാൻ പോകുന്നത്. ഒന്ന് പറയുന്നത് നമ്മുടെ ഫ്ലിപ്പ്, ഹുവാവിൻ്റെ സ്വന്തം ഫ്ലിപ്പ് പോക്കറ്റ് 3 എന്ന് പറയുന്ന പുതിയ മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 6.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതും OLED സ്ക്രീനാണ് ഇറങ്ങുന്നത്. ഇതിൽ രണ്ടാമത്തെ മോഡലാണ് വേറൊരു റെവല്യൂഷനായി മാറാൻ പോവുക. അതായത് ഹുവാവി സ്വന്തമായിട്ട് ഇനി റോളബിൾ സ്മാർട്ട് ഫോൺ March 20 ലൈവ് ഈവൻറ്റിൽ റിച്ചാർഡ് റിയുവിൻ്റെ ന്യൂസ് അപ്ഡേറ്റ് പ്രകാരം ഞാൻ പറയുന്നത് അവരൊരു റോളബിൾ ഫ്യൂച്ചറിസ്റ്റിക് സ്മാർട്ട് ഫോൺ
റിലീസ് ചെയ്യാൻ പോവുകയാണ് മാർച്ച് 20. റോളബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്കറിയാം ഹുവാവി മേറ്റ് XT എന്ന് പറയുന്ന മോഡൽ ട്രൈഫോൾഡ് ആണ്. 120 Hz റിഫ്രഷിംഗ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന 3K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. വേൾഡിൽ 3K റെസൊല്യൂഷൻ ഫോൾഡബിൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. കാണാൻ പറ്റിയില്ലെങ്കിൽ പോയിട്ട് ഒഫീഷ്യൽ സ്റ്റോഴ്സിൽ പോയിട്ട് കാണാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൺസ്ട്രക്ഷൻ ഇസ് അബ്സല്യൂട്ട്ലി വേൾഡ് ക്ലാസ് ആണ്. ആ ഒരു സ്മാർട്ട് ഫോണിന് ശേഷം ഹുവാവി ഒരു റോളബിൾ സ്മാർട്ട് ഫോണും കൂടെയാണ് ഇറക്കാൻ പോകുന്നത്. ഇൻഡസ്ട്രി അവർ റെവല്യൂഷനലൈസ്ഡ് ആക്കാൻ പോവുകയാണ്. റോളബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എത്രയാണെന്ന് അറിയാം, 16:1 ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഒരു റോളബിൾ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. വേൾഡിൽ ആദ്യമായിട്ട് ഒരു ചൈനീസ് കമ്പനി ഒരു റോളബിൾ സ്മാർട്ട് ഫോൺ ഉണ്ടാക്കാൻ പോകുന്ന കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. വേറെ ലെവൽ തന്നെ. വേറെ ലെവൽ എന്ന് പറയാൻ ഒരുപാട് മറ്റുള്ള കമ്പനികൾ പ്രോട്ടോടൈപ്പ് ഡിസൈനും റെൻഡേഴ്സും വീഡിയോസും ഒക്കെ നമുക്ക് യൂട്യൂബിൽ കാണാം. പക്ഷെ ജനറലി ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഹുവാവിയാണ് ഇപ്പോൾ വേൾഡിൽ ഫസ്റ്റ് റോളബിൾ സ്മാർട്ട് ഫോൺ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു പ്രഖ്യാപനം ഇപ്പം നടത്തിയിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഫോർ മാർച്ച് 20 എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹുവാവി ഗൂഗിളും കൂടെ കയ്യിലിട്ടിട്ടുണ്ടല്ലോ. സാംസങ്ങിനൊക്കെ അവർ അട്ടപ്പുറത്ത് കയറ്റുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരുന്നു. പക്ഷെ ട്രംപിൻ്റെ ആ ഒരു ഒറ്റ പ്രശ്നത്താലാണ് ഹുവാവി അടിയിലേക്ക് പോയതെന്നാണ് എനിക്ക് പറയുന്നത് നിങ്ങളോട്. ഇൻഫിനിക്സിൻ്റെ ഒരു പുതിയൊരു സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇൻഫിനിക്സിൻ്റെ 50XS എന്ന് പറയുന്ന മോഡലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അത് ഇന്ത്യയിലാണ് ലോഞ്ചിങ് നടക്കുന്നത്. മാർച്ച് 27 അതിൻ്റെ ലോഞ്ചിങ്. ഇതൊരു നല്ലൊരു ഹൈ ക്വാളിറ്റി കൂടെ ചിപ്സെറ്റാണ് അവർ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇൻഫിനിക്സിൻ്റെ 50XS എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ ഇത് ഡിമെൻസിറ്റി 7300 ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്തത്. 2.5 GHz റിഫ്രഷിംഗ് റേറ്റ്, 4K 30 FPS നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാം. 120 Hz റിഫ്രഷിംഗ് റേറ്റ്, 6.7 AMOLED സ്ക്രീനാണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഇതിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ PUBG പോലത്തെ ഗെയിമുകൾ കളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് 90 FPS നമുക്ക് ഗെയിമുകൾ കളിക്കാനുള്ള സപ്പോർട്ടിങ് അവരിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ എന്ന് പറയാം, ഇതിൻ്റെ ബാക്കിലോ ലൈറ്റ് കത്തും, LED ലൈറ്റ് കത്തും. അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജസ്, കോളിൻ്റെ റിംഗ് ടോൺസും കാര്യങ്ങളും നമുക്കൊക്കെ ഇതിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഫോർഡബിൾ പ്രൈസ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പോയിട്ട് റെൻഡർ കാണാം, ഇഷ്ടപ്പെട്ട ആൾക്കാർ പോയിട്ട് മേടിക്കുക. അപ്പോൾ ഇതൊരു 35,000 ഇടയിലായിരിക്കും വരാൻ ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് വരാൻ ഉള്ളൊരു സാധ്യത. ഐഫോണിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് പറയാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിൻ്റെ 17 എയറിൻ്റെ തിക്നെസ് സൈസ് അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇത് റൂമറാണോ സത്യമാണോ എന്നുള്ളത് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കേട്ട് ഇഷ്ടപ്പെടാം. അതായത് ഇവരിതിൽ പറയുന്നത് 5.5 mm തിക്നെസ് വെച്ചിട്ടാണ് ഇറക്കുന്നത്. അതായത് വേൾഡിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ ഇപ്പം ആപ്പിൾ 17 എയറിന് അവകാശപ്പെടാം. അതാണ് ഞാൻ പറയുന്ന ഒരു ന്യൂസ് അപ്ഡേറ്റ്. പിന്നെ ഇത് സ്ക്രീൻ സൈസ് വരുന്നത് 6.9 ഇഞ്ചിൻ്റെ LTPO OLED ഡിസ്പ്ലേന്. പിന്നെ ബാറ്ററീൻ്റെ ഒരു കാര്യത്തിൽ ഇവർ പറയുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 3000 mAh ബാറ്ററി അല്ലെങ്കിൽ 4000 mAh ബാറ്ററി ആണ് ഇതിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഐഫോൺ 17 എയറിന് കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ ഐഫോണിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റും കൂടെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിൻ്റെ 17 പ്രോനും 17 പ്രോ മാക്സിനും ആ ഒരു വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം കൊണ്ടുവരും എന്നാണ് പറയണത്.
നല്ലൊരു തീരുമാനമാണ് അത്. എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ്രോയിഡിലൊക്കെ ഇപ്പം നിലവിൽ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉള്ള സ്ഥിതിക്ക് ആപ്പിളും കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു പിഞ്ച് ഓഫ് റൂമറും കൂടിയാണ്. ഐഫോണിൻ്റെ 17 പ്രോ മാക്സിൻ്റെ പേര് മാറ്റാൻ പോകുന്നു എന്നാണ് പറയണത്. 17 പ്രോ മാക്സിൻ്റെ പകരം അവരതിന് 17 അൾട്ര എന്നാക്കും എന്നുള്ളൊരു റൂമർ പരത്തുന്നുണ്ട്. എത്ര ആൾക്കാർ ഇതിനോട് യോജിക്കുന്നു എന്നുള്ളതൊന്ന് കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്താം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റൂമറായിട്ട് ഏറ്റെടുക്കാം. അതായത് ആപ്പിൾ എന്ന് പറയുന്ന ഒരു മൾട്ടി ടെക് ജയന്റ് കമ്പനി 2026 ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസ് ഉണ്ടാക്കും എന്നാണ് പറയണത്. ഇതിനോട് എത്ര ആൾക്കാർ യോജിക്കുന്നു വിയോജിക്കുന്നു എന്നുള്ള ഒരു കമൻറ്റ് ഇതിൽ വീണ്ടും നിങ്ങൾ ഒന്ന് രേഖപ്പെടുത്താം. ചിലപ്പോൾ ആപ്പിളാണ് കാര്യം, ചിലപ്പോൾ 2026 എന്നുള്ളത് മാറ്റിയിട്ട് ചിലപ്പോൾ 2027 28 ഒക്കെ ആകും. അപ്പോഴത്തേക്കൊക്കെ മറ്റുള്ള കമ്പനികളുടെ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോളബിളുടെ വലിയപ്പയും മൂത്താപ്പയും അതിൻ്റെ മൂത്താപ്പകളൊക്കെ ഇറക്കും. അപ്പോഴായിരിക്കും ആപ്പിൾ ഫോൾഡബിൾ ഇറക്കാം. അതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. എന്താണ് നിങ്ങളെ കമൻറ്റ്? നിങ്ങളൊന്ന് രേഖപ്പെടുത്താം. അത്ര എനിക്ക് പറയാനുള്ളൂ. സാംസങ്ങിൻ്റെ ഗാലക്സി S26 അൾട്രക്ക് വേരിയബിൾ അപ്പർച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്യാമറയിൽ കൊണ്ടുവരും എന്നാണ് പറയണത്. അപ്പോൾ ഇതൊരു റൂമറാണ് എന്ന രീതിയിൽ കരുതിയാൽ മതി. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ലൈക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, ആപ്പിളിൻ്റെ പുതിയൊരു ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. ഐഫോണിൻ്റെ 17 എയർ എന്ന് പറയുന്ന മോഡൽ ഇറങ്ങാൻ പോകുന്നുണ്ട്. വേൾഡ് സ്ലിമ്മസ്റ്റ് ഫോൺ കൂടിയാണ്. 5.5 mm തിക്നെസ് ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 6.6 ഇഞ്ചിൻ്റെ LTPO OLED ഡിസ്പ്ലേ, 120 Hz പ്രോ മോഷൻ ഡിസ്പ്ലേ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, ആക്ഷൻ ബട്ടൺസും കാര്യങ്ങളും റെൻഡേഴ്സും പിക്ചേഴ്സും ഒക്കെ ലീക്ഡ് ആയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ ആപ്പിള് ഒരു സാധനം അവരെടുത്ത് കളയാൻ പോവുകയാണ്. അതെന്താണ് ആ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി Type-C ചാർജിങ് പോർട്ട് 17 എയർ എന്ന് പറഞ്ഞാൽ 5.5 mm തിക്നെസ് ഫോണിൽ ഇനി വരില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ഗർമൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ ആപ്പിളുടെ എല്ലാ ന്യൂസ് അപ്ഡേറ്റ് തരുന്ന അദ്ദേഹമാണ് ഈ ഒരു ന്യൂസ് അപ്ഡേറ്റ് ബ്ലൂമറാങ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിൽ മൂപ്പര് ഒരു ലേഖനത്തിൽ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എത്ര ആൾക്കാർ ഇതിനോട് യോജിക്കുന്നു മാക്സേഫ് ചാർജർ കൊണ്ടുവരും എന്നുള്ള ഒരു കാര്യത്തിൽ? എത്ര ആൾക്കാർക്ക് ഇപ്പോഴും താല്പര്യമാണ് Type-C ചാർജിങ് പോർട്ട് എന്നുള്ളത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പിളിനോട് നിങ്ങൾ ഈ അടുത്താണ് 15 പ്രോ സീരീസ് മുതലാണ് നിങ്ങൾ 15 സീരീസുകളിലാണ് നിങ്ങൾ Type-C ചാർജിങ് പോർട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 2025, ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ഈ ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിലാണ് നിങ്ങൾ Type-C പോർട്ട് കൊടുക്കുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. യൂറോപ്യൻ യൂണിയന് ഇടപെട്ടിട്ടാണ് നിങ്ങൾ Type-C പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. 2025 ഇപ്പം മാർച്ച് 17 ഈ മാർച്ച് 17 നിങ്ങൾ ഒറ്റ സുപ്രഭാതത്തിൽ പറയണേ, ഇനി ഞങ്ങൾക്ക് Type-C പോർട്ട് വേണ്ട, ഞങ്ങളുടെ iPhone 17 എയറിന് അതിനു പകരം മാക്സേഫ് ചാർജർ കൊണ്ടുവരണം എന്നുള്ളത്. എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, അത് മഹാവിഡിത്തായിട്ട് മാറും എന്നാണ് പറയുന്നത്. കാരണം ചാർജിങ് കേബിളിൻ്റെ അത്രയും ഫാസ്റ്റ് മാക്സേഫ് ചാർജറിന് വരില്ല. പ്രത്യേകിച്ച് ആപ്പിളിൻ്റെ മാക്സേഫ് ചാർജറിന് അതൊരു ബിഗ് ഡിഫറൻസ് ആണ്. കാരണം നിങ്ങളുടെ മാക്സേഫ് ചാർജർ നിലവിലുള്ളത് 20 വാട്ട്സ്. എനിക്ക് തെറ്റ് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. 20 വാട്ട്സ് വരെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരു iPhone 17 എയറിൻ്റെ മിനിമം ബാറ്ററി ബാക്കപ്പ് ഒന്നില്ലെങ്കിൽ 3000 mAh ബാറ്ററി, അല്ലെങ്കിൽ 4000 mAh. 4000 mAh ഇവർ അപ്ഗ്രേഡ് ചെയ്യും എന്നാണ് പറയണത്. അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഇത്രയും വേൾഡ് സ്ലിമ്മസ്റ്റ് ഫോൺ ഇറക്കുമ്പോൾ നിങ്ങൾ മാക്സേഫ് ചാർജറിന് പകരം അത് ചാർജിങ് കേബിൾ വെച്ചിട്ട് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്.
ഒന്നിനെങ്കിൽ ലൈക്ക് ഒരു 45 വാട്ട്സോ അല്ലെങ്കിൽ 65 വാട്ട്സോ മതി ചാർജ് ചെയ്യാനും. ഫോൺ അത്രയും വേഗം ചാർജ് ചെയ്യാനും അത്രയും വേഗം യൂസ് ചെയ്യാനും ഉള്ളൊരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതൊന്നും കേൾക്കാണ്ട് നേരെ എടുത്ത് മാക്സേഫിയിലേക്ക് ചാർജ് ചെയ്യുക, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 20 വാട്ട്സ് നിങ്ങളെ കമ്പനിയാർക്ക് ഒരു കാര്യമില്ല. ഒരു പെർഫോമൻസ് ബാറ്ററിൻ്റെ എന്താ പറയുക ചാർജിങ് സ്പീഡ് പോലും കിട്ടില്ല. മണിക്കൂറോളം ഇരുന്നിട്ട് ചാർജ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും. എന്തിനാണ് നിങ്ങൾ ഇമാതിരി കോപ്രായം ചെയ്യാൻ നിൽക്കണത്? അല്ലെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സേഫ് ചാർജർ അഥവാ നിങ്ങളെ തീരുമാനമാണ് എന്നുണ്ടെങ്കിൽ ഒന്നിലേക്ക് 65 വാട്ട്സ് ഇറക്കാം, അല്ലെങ്കിൽ ഒരു 75 80 വാട്ട്സോ ഇറക്കിയിട്ട് പറയുമ്പോൾ ഒരു ജസ്റ്റിഫിക്കേഷൻ ഇട്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ മാക്സേഫ് ചാർജർ അല്ലെങ്കിൽ വയർലെസ് ടെക്നോളജീൻ്റെ കാര്യത്തിൽ പറയാനോ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ കൈൻഡ് ഇൻഫോർമേഷനും കൂടെയാണ്. 70% മേലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ നോർമൽ ചാർജായിട്ട് മാറും. അത് വയർലെസ് ചാർജിങ്ങിനൊരു പ്രശ്നമുള്ളൊരു കാര്യമാണ്. അത് എല്ലാ കമ്പനിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 70% മേലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നോർമൽ ചാർജിങ് ആയിട്ട് മാറുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു ടെക്നോളജി ആപ്പിൾ മുഖേന മാറ്റണം എന്നാണ് പറയണത്. ഇനി അഥവാ നിങ്ങൾ 65 വാട്ട്സ് ഉണ്ടാക്കിയെന്ന് വെച്ചോ, 0 to 100 ഇന്ന ടൈമിൽ തീർക്കണം എന്നുള്ള ടെക്നോളജി പരമായിട്ട് നിങ്ങൾ വയർലെസ് ചാർജർ കൊടുത്തു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള കമ്പനിക്ക് ഒരു ഇൻസ്പിറേഷനായിട്ട് മാറും. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ iPhone 17 എയറിന് ഞങ്ങൾ ടൈപ്പ് സി പോർട്ടൊക്കെ എടുത്ത് കളഞ്ഞ് മാക്സേഫ് യൂസ് ചെയ്ത് റവല്യൂഷൻ ആക്കല്ല വേണ്ടത്. ആ ഒരു റവല്യൂഷൻ ആക്കണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാർജിങ് സ്പീഡ് കൂടെ കൊണ്ടുവരണം. ഒന്നിലേക്ക് 65 വാട്ട്സ് അല്ലെങ്കിൽ 80 വാട്ട്സിൻ്റെ മാക്സേഫ് കൊടുത്തിട്ട് 0 to 100 ഇത്ര ടൈം നിങ്ങൾ പറയുന്ന ടൈമിൽ തീർക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആങ്കർ ബെൽക്കിന് കാര്യങ്ങൾ ഈസിയാവും. അല്ലെങ്കിൽ ഇതൊരു ഗിമ്മിക്കായിട്ട് മാറും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അമ്മാതിരി ഗിമ്മിക്കാണ് ഇപ്പം കേട്ടത്. ഞാൻ എന്താണ് ആപ്പിളിനോട് പറയേണ്ടത് എന്നുള്ളത് എനിക്ക് സത്യത്തിൽ അറിയില്ല. $1 ട്രില്യൺ കമ്പനിയാണ്, വലിയ ചിന്താഗതി കൊടുത്ത് ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ടിം കുക്ക് കാണാനല്ല, പിടിച്ച് പുറത്താക്കണം എന്നാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കറൻ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള R&D ടീംസിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് നല്ല ഹൈ ലെവൽ ചിന്താഗതിയുള്ള R&D ടീമിനെ കൊണ്ടുവരണം എന്നാണ്. പഴയ ചാത്തപ്പനായിട്ടുള്ള കുറേ R&Dക്കാരെ ഒഴിവാക്കിയിട്ട് നല്ല പുതിയ യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് സത്യത്തിൽ പറയാനില്ല. ഇത് കേട്ടിട്ട് എനിക്ക് കലിപ്പും ചിരിയും വരുന്നുണ്ട്. ആപ്പിളിൻ്റെ കാര്യം കേട്ടിട്ട് ഇത്രയും വലിയൊരു $1 ട്രില്യൺ കമ്പനിയാണ് ഇമാതിരി കെമിക്കലുകൾ ചെയ്യാന്ന് പറയുന്നത്. സത്യത്തിൽ എനിക്ക് ചിരിയാണ് വരുന്നത്. ഒന്നും പറയാനില്ല. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. റിയൽമി ഈ മാസം 2 അടിപൊളി മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലുള്ള ഒരു സ്മാർട്ട് ഫോണുകളാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. റിയൽമിയുടെ P3 അൾട്രയും റിയൽമിയുടെ P3 എന്ന് പറഞ്ഞ മോഡലാണ് വരാൻ പോകുന്നത്. പിന്നെ റിയൽമിക്ക് അവകാശപ്പെടുന്ന ഒരു പുതിയൊരു സംഭവമുള്ള ഒരു ഡിസൈൻ വരാൻ പോകുന്നത്. റിയൽമിയുടെ P3 അൾട്രക്ക് വേൾഡിലെ ഫസ്റ്റ് ഗ്ലോയിങ് ലൂണാർ എക്ലിപ്സിൻ്റെ ഡിസൈനുള്ള ബാക്ക് പാനൽ വെച്ചിട്ടുള്ള ഒരു മോഡൽ സ്മാർട്ട് ഫോൺ ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു മാസം മുന്നേ അവരൊരു വേൾഡിലെ ഇൻ്റർചേഞ്ചബിൾ, അതായത് 16 ഡിഗ്രി ഐസിൽ വെച്ചിട്ട് കളർ ചേഞ്ചിങ് സ്മാർട്ട് ഫോൺ റിയൽമി 14 പ്രോവും പ്രോ പ്ലസിലും ഇറക്കിയിരുന്നു. അൾട്ര എന്നാ പറയാൻ നിന്നത്, തെറ്റിപ്പോയതാണ്. പ്രോ പ്ലസിൽ അവർ ഇറക്കിയിരുന്നു. ഇപ്രാവശ്യം വേൾഡിലെ ഫസ്റ്റ് ഗ്ലോയിങ് ലൂണാർ മൂണിൻ്റെ അതേ ഡിസൈൻ, ബാക്ക് പാനൽ അതേ ഡിസൈൻ വെച്ചിട്ട് ഒരു പുതിയ സ്മാർട്ട് ഫോണാണ് ഇറക്കാൻ പോകുന്നത്. റിയൽമി P3 അൾട്ര എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഇത് 1.5K റെസൊല്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ 4 സൈഡും ക്വാഡ് കേർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരാൻ പോകുന്നത്. ചിപ്സെറ്റ് ആണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി A350 എന്ന് പറയുന്ന 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ. പിന്നെ 6.7 ഇഞ്ചിൻ്റെ ആമോലെഡ് സ്ക്രീന്, 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, 4K നമുക്ക് 60 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. UFS
3.1 ആണ് വരുന്നത്. പിന്നെ LPDDR5Xൻ്റെ റാം, 256GB 12GB വേരിയൻ്റ് ആണ് ഇതിൽ വരാൻ പോകുന്നത്. പിന്നെ 80 വാട്ട്സിൻ്റെ ചാർജറും അടക്കം ഇതിൽ കൊടുക്കുന്നുണ്ട്. 120 ഹേർട്സിൻ്റെ റിഫ്രഷിങ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ സോണിയുടെ ക്യാമറ സെൻസറാണ് ഇതിലാകെ വരുന്നത്. 2 ക്യാമറ സെൻസറുകളാണ് വരുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ 8MP 50 മെഗാ പിക്സലിൻ്റെ ഷൂട്ടറാണ് ഇതിൽ വരുന്നത്. അതും IMXൻ്റെ 890 എന്ന് പറയുന്ന ക്യാമറ സെൻസറാണ് അവരിതിൽ ഇറക്കാൻ പോകുന്നത് ഈ റിയൽമിയുടെ P3 അൾട്രാക്ക്. അപ്പോൾ 10-25,000 30,000 രൂപക്ക് 35,000 രൂപക്ക് ഒരു ടഫർ കോമ്പറ്റീഷനായിട്ട് മാറാൻ പോകുന്നത്. അത് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഇതിൽ BGMI-നേറ്റും ടൈപ്പ് ഉണ്ട് ഇതിൽ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. BGMI കളിക്കുന്ന ആൾ, PUBG, കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഇതിന് 90 FPS-ലും അവർക്ക് ഗെയിം കളിക്കാൻ പറ്റും. അതിൻ്റെ അപ്ഡേഷനും ഇതിൽ ഓൾറെഡി ഉള്ള കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിലും നിങ്ങൾക്ക് BGMI 90 FPS-ൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും. റിയൽമി P3 എന്ന് പറയുന്ന മോഡലിൻ്റെ സ്പെക്കിലേക്ക് നമുക്ക് കടന്നാലോ. ഇതിൽ അവർ യൂസ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 4 ചിപ്സെറ്റാണ് യൂസ് ചെയ്തത്. 2.3 GHz ക്ലോക്കിംഗ് സ്പീഡ്, 4K 30 FPS നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാം. 120 Hz റിഫ്രഷിംഗ് റേറ്റ്, 6000 mAh കാർബൺ സിലിക്കൺ ബാറ്ററിയാണ് അവരിതിൽ യൂസ് ചെയ്യുന്നത്. P3 അൾട്രക്കും 6000 mAh കാർബൺ സിലിക്കൺ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് AMOLED സ്ക്രീനാണ്. 6.6 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീനാണ് വരുന്നത്. UFS 2.2 സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. റിയൽമിയുടെ P3 എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ സ്പെക്ക്. അപ്പോൾ ഇതൊരു അഫോർഡബിൾ റേഞ്ചിലും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ ഒരു കിടുക്കാച്ചി സ്മാർട്ട് ഫോണാണ്. 45 വാട്ട്സിൻ്റെ ചാർജറാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും 25,000-ൻ്റെ അടിയിലേക്ക് സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോണാണ് റിയൽമിയുടെ P3 എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ. OnePlusൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് പറയാൻ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ OnePlusൻ്റെ 13-നും 13R-നും 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസിൻ്റെയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആരെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം. ലാസ്റ്റത്തെ ടെക് ന്യൂസിലേക്ക് നമുക്ക് കടന്നാലോ. ലാസ്റ്റത്തെ ടെക് ന്യൂസ് നമുക്ക് നമ്മുടെ സ്വന്തം ഇന്ത്യൻ മഹാരാജ്യത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ ഒരു വലിയൊരു അത്ഭുതം നടക്കാൻ പോവുകയാണ് ഗൈസ്. അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അയാളിപ്പോൾ നിലവിൽ ഒരു ബിൽഡപ്പ് നടത്തിയിട്ടുണ്ട്. സാറ്റലൈറ്റ് മുഖേന ഇനി നമുക്ക് കോളിങ് ചെയ്യാം. ഇൻകമിങ് കോൾ, ഔട്ട് ഗോയിങ് കോൾ, മൊബൈൽ ഡാറ്റ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ത്രൂ സാറ്റലൈറ്റ് മുഖേനയാണ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു അറിവ് ഭയങ്കര സംഭവമായിക്കോട്ടെ. ഇത് ആരായിട്ടാണ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലയൻസിൻ്റെ ജിയോ, എയർടെലും കൂടെ ആയിട്ടൊരു വലിയൊരു കൊളാബറേഷൻ നടത്തിയിരിക്കണം സ്റ്റാർലിങ്കിനായിട്ട്. ഇത് എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്, റിമോട്ട് ഏരിയകളിൽ ഇതിൻ്റെ നെറ്റ്വർക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. മൊബൈൽ ഡാറ്റ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഡൗൺലോഡിങ് സ്പീഡും അപ്ലോഡിങ് സ്പീഡും സെയിം ടൗണിലുള്ള അതേ സ്പീഡായിരിക്കും നിങ്ങൾക്ക് ഇനി റിമോട്ട് ഏരിയകളിൽ വരാൻ പോകുന്ന അപ്ഡേറ്റ്. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ആയിരിക്കും കാര്യങ്ങൾ നടക്കുക. അപ്പോൾ അതിൻ്റെ കൊളാബ് ഇപ്പോൾ നിലവിൽ റിലയൻസും എയർടെലുമാണ് നടത്തിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ടു യു. വേറെ ലെവലാണ് പറയണം. വേറെ വീണ്ടും ഹാറ്റ്സ് ഓഫ് ടു യു. വേറെ ലെവൽ. ഓൾറെഡി എൻ്റെ ഒരു മുന്നത്തെ ഒരു വീഡിയോ ഒരു വോഡാഫോൺ അവരുടെ UK-ലെ ഒരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പം അതാ നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്ന കാര്യം ഞാൻ അഭിമാനിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ്റെ ടെക്നോളജി ലെവൽ മാറുന്ന രീതി ഉണ്ടല്ലോ, വേറെ തന്നെ അസാധ്യ ലെവലാണെന്ന് പറയാം. അമ്മാതിരി ലെവലിലാണ് ഇപ്പോൾ
ഇന്ത്യ ടെക്നോളജിൻ്റെ കാര്യത്തിൽ നീങ്ങുന്നത്. ഇതിനോട് എത്ര ആൾക്കാർ യോജിക്കുന്നു എന്നുള്ളത് ഒന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഐ ആം വെയിറ്റിംഗ് ഫോർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇനി ഫോണുകളൊക്കെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഫോണുകൾക്കൊക്കെ മാറും. ഇനി നിങ്ങളുടെ കയ്യിൽ 5G നെറ്റ്വർക്ക് 4G നെറ്റ്വർക്കൊന്നും ഒരു പ്രശ്നം ഉള്ളൊരു കാര്യമല്ല. റിമോട്ട് ഏരിയകളിലും നിങ്ങൾക്ക് ഇനി 5G നെറ്റ്വർക്കും സപ്പോർട്ട് ചെയ്യും, 4Gയും സപ്പോർട്ട് ചെയ്യും, 3Gയും സപ്പോർട്ട് ചെയ്യും. വീഡിയോ കോളിങ്ങും ഡൗൺലോഡും ചെയ്ത് മൂവീസ് ആസ്വദിച്ച് ഇരുന്ന് നിങ്ങൾക്ക് പട്ടിക്കാട്ടിലോ അല്ലെങ്കിൽ റെയിൻ ഫോറസ്റ്റിലോ അല്ലെങ്കിൽ ഡെസേർട്ടിലോ ഇരുന്ന് നിങ്ങൾക്ക് വീഡിയോ സ്ട്രീമിങ്ങും ചെയ്യാം, ലൈവ് സ്ട്രീമിങ്ങും ചെയ്യാം, വ്ളോഗും ചെയ്യാം, ഗെയിമും കളിക്കാം, ഇനി വീഡിയോ കോളിങ് ചെയ്യാം, മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു അസാധ്യ ടെക്നോളജിയുമായിട്ടാണ് ഇപ്പോൾ സ്റ്റാർലിങ്കും റിലയൻസും എയർടെലും വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ കിട്ടിയില്ലേ? അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.